അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുല്ലാഹ വനസ്തഈനുഹു വനുസല്ലി അലാ ഹബീബിഹിൽ മുസ്തഫ വഅലിഹി വസഹബിഹി ശറഫ അമ്മാ ബഅദ്. വളരെ സമാദരണീയരായ ഈ സംഗമത്തിൻ്റെ അധ്യക്ഷൻ, ഇതിൻ്റെ നേതൃത്വം അഹ്സനി ഉസ്താദ് അവറുകളെ, ഇവിടെ വളരെ ഗഹനമായ വിഷയാവതരണങ്ങൾ നടത്തിയ സമാദരണീയരായ വാക്കവി ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, മുതഅല്ലിമീങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന സ്വീകാര്യമായ ഇൽമിയായ സദസ്സായി, സംസാരമായി, പങ്കാളിത്തമായി നമ്മിൽ നിന്നും ഇതിനെ കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇത്തരം വിഷയങ്ങൾ നേരത്തെ ഇവിടെ പലവരും സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മെ നിരന്തരം ഇൽമിയായ ചർച്ചകളോട് ബന്ധപ്പെടുത്തുന്ന ഫഇന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വആതി വ ഉലമ ഉൻഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത്ത്, ആ കബീലയിലേക്ക് നമ്മളെ ചേർക്കുന്ന ഉത്സാഹങ്ങളാണ് എന്നുള്ളതിൽ തർക്കമില്ല. അതിന് കളമൊരുക്കിയ ഈ ദർസ് കുട്ടികളെ, യൂണിയനെ അഭിനന്ദിക്കുകയും അള്ളാഹു കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുകയും ചെയ്യുകയാണ്. വ്യക്തിപരമായി അഹ്സനി ഉസ്താദ് എൻ്റെ ഒരു ഉസ്താദ് കൂടിയാണ്. ഫലക്ക് അതിൻ്റെ ചില ഭാഗങ്ങൾ സബൂ ഷിദാദ് ഒരു ദിവസത്തെ ഒരു വർക്ക്ഷോപ്പ് ഉസ്താദ് നടത്തിയപ്പോൾ ഞാനതിൽ പങ്കാളിയായിരുന്നു. അതിനുശേഷവും ചില ഇഷ്കാലുകൾ ഞാൻ ഉസ്താദിനോട് ചോദിച്ച് ധാരണ വരുത്താറുണ്ട്. ഈ മേഖലയിൽ അഹ്സനി ഉസ്താദ് ചെയ്യുന്ന, നേരത്തെ ഇവിടെ പറയപ്പെട്ടതുപോലെ എല്ലാ സഴികളും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആ വിഷയത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് എൻ്റെ വിഷയം അതായതുകൊണ്ട് ഞാൻ പ്രവേശിക്കുന്നില്ല. ചന്ദ്രമാസം കണക്ക് കാഴ്ചപ്പാട് എന്നുള്ളതാണ് ഒരു ചെറിയ സമയത്തിനകം ചില മുഖവുരകളും കിളിവാതിലുകളും മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ മാസം കാണുമ്പോഴാണ് ഈ ചന്ദ്രമാസം ആരംഭിക്കുന്നത്. പക്ഷെ ലോകത്ത് മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ അതേക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ചെറുതായാലും വലുതായാലും അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഈ ചെയ്യുന്നത് പോലെ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ നിയമം പാലിക്കുന്ന മഹാഭൂരിപക്ഷം. മറ്റൊന്ന്, നേരത്തെ ഇവിടെ അലി മണിക് ഫാൻ എന്നൊക്കെ പറഞ്ഞല്ലോ, ചില മുസ്ലിം രാജ്യങ്ങളിൽ ആ കാഴ്ചപ്പാടുണ്ട്. ന്യൂമൂണിന് ശേഷമുള്ള പ്രഭാതം മുതൽ ഹിജ്റ മാസം ആരംഭിക്കുന്ന മറ്റൊരു രീതി. മൂന്നാമത്തെ ഒരു സമ്പ്രദായം, പ്രത്യേകിച്ച് ഈ അടുത്ത കാലം മുതൽ മൈനോറിറ്റി ഫിഖ്ഹിൻ്റെയൊക്കെ ഭാഗമായി കൂടി പറയപ്പെടുന്ന യൂറോപ്യൻ, സ്കാൻഡിനാവിയൻ, നോർവീജിയൻ രാജ്യങ്ങളിലൊക്കെ അപ്ലൈ ചെയ്യപ്പെടുന്നു എന്നൊക്കെ പറയപ്പെടുന്ന, ഒരു പരിധിയോളം അപ്ലൈ ചെയ്യപ്പെടുന്ന രീതിയാണ്. അതായത് സൗദി അറേബ്യയെ ഫോളോ ചെയ്തിട്ട് അവിടെ മാസം ആരംഭിക്കുന്നതിന് അനുസരിച്ചുകൊണ്ട് സ്വന്തം ആകാശത്തേക്കും ചക്രവാളത്തിലേക്കും നോക്കേണ്ടതില്ല
എന്ന് പറയുന്നൊരു ധാരണയും. ഇത് മൂന്നിൽ നമ്മളുടെ അഭിപ്രായം എന്താണ്, എന്തുകൊണ്ടാണ് അത് ഇസ്ലാമിൽ പ്രബലമാവുന്നത് അല്ലെങ്കിൽ സ്വഹീഹാവുന്നത് എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഏതായാലും ശർഈ ചന്ദ്രമാസം അല്ലാത്ത ചന്ദ്രമാസങ്ങളും ഉണ്ട്. അപ്പോൾ ഈ ചന്ദ്രൻ, ഇസ്ലാമിൻ്റെ വലിയൊരു പ്രത്യേകത പ്രകൃതി, അന്തരീക്ഷം, അതിൽ തന്നെ ആകാശം, ഭൂമി, കാലാവസ്ഥ, ഇതിനോടൊക്കെ നിരന്തരം ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും വ്യവസ്ഥപ്പെടുത്തപ്പെട്ടത് എന്നുള്ളതാണ്. സമയവുമായി ബന്ധപ്പെട്ടത്, സ്ഥലവുമായി ബന്ധപ്പെട്ടത്, കാലവുമായും ദിവസവുമായും ബന്ധപ്പെട്ടത് മുഴുവൻ അങ്ങനെയാണ്. കേവലം ആകാശത്തേക്ക് എന്തേ നോക്കുന്നില്ല, ഭൂമിയിലേക്ക് എന്തേ നോക്കുന്നില്ല എന്ന ഖുർആനികമായ ചോദ്യം മാത്രമല്ല, അത് ഒരു സങ്കല്പം എന്നുള്ളതിലുപരി അതിൽ നിന്ന് നിഷ്പന്നമായതാണ് നിയമങ്ങൾ. ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, ഇതിൻ്റെ മൂന്നിൻ്റെയും ഇടയിലുള്ള ഒരു സാപേക്ഷികത്വം എന്ന് പറയാം. അത് മുഖേനയാണ് നമുക്ക് കാലവും സമയവും കിട്ടുന്നത്. കാലം നിർണയിക്കാൻ ചന്ദ്രനും സമയം നിർണയിക്കാൻ സൂര്യനും എന്ന് എളുപ്പത്തിൽ പറയാം. പ്രകൃതി പഞ്ചാംഗം എന്നൊക്കെ പുതിയ പ്രയോഗം അനുസരിച്ച് കാലം നിർണയിക്കാൻ ചന്ദ്രനെയും സമയം നിർണയിക്കാൻ സൂര്യനെയും ആശ്രയിക്കും. അതിലെവിടെയാണ് ഈ ചന്ദ്രമാസം എന്ന് ചോദിച്ചാൽ, നമ്മുടെ അനുഭവത്തിൽ സൂര്യനും ചന്ദ്രനും കിഴക്കുതിച്ച് പടിഞ്ഞാറിൽ അസ്തമിക്കുന്നു. പുതിയ ആസ്ട്രോണമി കാഴ്ചപ്പാടനുസരിച്ച് ഭൂമി പടിഞ്ഞാറിൽ നിന്ന് കിഴക്കിലേക്ക് സൂര്യൻ അഭിമുഖമായി കറങ്ങുന്നത് കൊണ്ട് നമുക്കങ്ങനെ അനുഭവപ്പെടുന്നു. അതിൻ്റെ ആ മാജസ്തി, തശ്രീഹുൽ അഫ്ലാക്കും പുതിയ വാനശാസ്ത്രവും നമുക്കൊക്കെ അറിയാം, ഞാനത് വിശദീകരിക്കുന്നില്ല. സൂര്യനും ചന്ദ്രനുമാകട്ടെ അതിൻ്റെ പരിക്രമണ പാതയിൽ പടിഞ്ഞാറിൽ നിന്ന് കിഴക്കിലേക്ക് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. സൂര്യൻ ഒരു ദിവസം 1 ഡിഗ്രിയും ചന്ദ്രൻ ഭൂമിയെ അപേക്ഷിച്ച് 13 ഡിഗ്രിയും കുറച്ചും സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് അമാവാസി എന്നൊക്കെ നമ്മൾ പറയുന്ന ആ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, അത് ഈ മൂന്നും ഒരു രേഖയിൽ വരുന്ന ഒരു നിമിഷമാണ്. സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിലാവണം എന്നില്ല. നേർരേഖയിലാവുമ്പം ഗ്രഹണമാവും. എല്ലാ അമാവാസിയും ഗ്രഹണമാവണം എന്നില്ല. ആ ഒരു നിമിഷത്തിന് ശേഷം, ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് എന്നൊക്കെ പറയല്ല, ചന്ദ്രൻ സൂര്യൻ്റെ കുറച്ച് മുമ്പിലേക്ക് എത്തുന്നു, കിഴക്കിലേക്ക്. ഗ്രാഫൊക്കെ കൊണ്ട് മനസ്സിലാകുമായിരുന്നു. ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിനൊക്കെയാണ് ന്യൂ മൂൺ എന്ന് പറയുന്നത്. അതൊരു ദിവസത്തെ ദൈർഘ്യമൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് പിന്നെ രണ്ടാമത് ഇത് തുടങ്ങിയിടത്തേക്ക് എത്തണമല്ലോ, ഒരു 360 ഡിഗ്രി. നമ്മളൊരു ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചിയല്ലേ, ഏതെങ്കിലും ഒരു സൂചി ഒന്നും യാത്ര പുറപ്പെട്ട് രണ്ടാമത് ആ ഒന്നിലേക്ക് തന്നെ എത്തുന്ന ആ ഒരു പൂർണ്ണവൃത്തം സഡറിയൽ മന്ത് എന്ന് പറയും. നക്ഷത്രാപേക്ഷിത ചന്ദ്രമാസം. അത് 27 ദിവസവും കുറച്ച് മണിക്കൂറുകളുമാണ്. 27 ദിവസം 7 മണിക്കൂർ 43 മിനിറ്റ് 11.6 സെക്കൻഡ്. അതൊരു ആസ്ട്രോണമിക്കൽ കണക്കാണ്. പക്ഷെ അത്ര ചന്ദ്രൻ ഓടിയാൽ രണ്ടാമത് സൂര്യൻ്റെയും ഭൂമിയുടെയും ഒപ്പം എത്തൂല. കാരണം സൂര്യൻ കുറച്ചും കൂടി മുമ്പോട്ട് പോയിട്ടുണ്ടാവുമല്ലോ. പിന്നെ 2 ദിവസം കൂടി വേണ്ടി വരും രണ്ടാമത് ഈ മെഹാക്ക് സംഭവിക്കാൻ, അമാവാസിയിലെത്താൻ. അത് 29 ദിവസവും
12 മണിക്കൂറും 43 മിനിറ്റും 43 മിനിറ്റും കുറച്ച് സെക്കൻഡുമാണ്. 7 സെക്കൻഡാണെന്ന് തോന്നുന്നു. ജസ്റ്റ് നോക്കിയാൽ മതി സൈറ്റിൽ. ഏതുപോലെയെന്ന് വെച്ചാൽ നമ്മൾ ക്ലോക്കിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിൽ കണ്ടുമുട്ടി അത് പിരിഞ്ഞു. അതിന് രണ്ടാമത് മണിക്കൂർ സൂചി മിനിറ്റ് സൂചിയും പിരിഞ്ഞിടത്തേക്ക് മിനിറ്റ് സൂചിക്ക് എത്താൻ 60 മിനിറ്റ് മതി. പക്ഷേ മണിക്കൂർ സൂചിയോട് മുട്ടാൻ 65 മിനിറ്റും കുറച്ച് സെക്കൻഡും വേണ്ടി വരും എന്ന് പറഞ്ഞതുപോലെ. രണ്ടാമത് വീണ്ടും ഒരു നേർരേഖയിൽ ഇത് 3 എത്തുന്നതിനാണ് ഒന്ന് സിനോഡിക് ചന്ദ്രമാസം, മറ്റൊന്ന് സെഡറിയൽ ലൂണാർ മന്ത് എന്ന് പറയും. ഞാൻ ഈ 2 പേരുകൾ ഉപയോഗിച്ചത്, ഇത് രണ്ടും പക്ക സയൻറ്റിഫിക് വാക്കുകളാണ്. സെഡറിയൽ ലൂണാർ മന്ത്, സിനോഡിക് ലൂണാർ മന്ത്. ഇത് രണ്ടിനോടും ഇസ്ലാമിൻ്റെ ഒരു അഹ്കാമും ബന്ധിക്കുന്നില്ല. ഇത് നമ്മൾ അറിയുന്നില്ല. ഈ പ്രതിഭാസത്തിനിടയിൽ ഇത് 3 ഒന്നിക്കുന്നു. അമ എന്ന് പറഞ്ഞാൽ ഒന്നിച്ചെന്നാണ്, വാസി എന്ന് പറഞ്ഞാൽ താമസിക്കുക. സൂര്യനും ചന്ദ്രനും ഒന്നിച്ച് താമസിക്കുന്ന ആ ദൈർഘ്യത്തിനാണ് അമാവാസി എന്ന് പറയുന്നത്. അമാവാസിക്ക് ശേഷമുള്ള ഒരു നിമിഷാംശം, അതാണ് ന്യൂ മൂൺ. പക്ഷെ ഇതൊന്നും നമ്മൾ കാണുന്നില്ല. വാസ്തവത്തിൽ ഖുർആനിൽ യസ്അലൂനകാനിൽ അഹില്ല ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ് എന്ന് പറയുന്നിടത്തുള്ള അഹില്ലയാണ് ശറഇൻ്റെ ചർച്ചകളുടെ ആധാരം. കാരണം ആ ചോദ്യം തന്നെ വരുന്നൊരു സിയാക്കെന്താ? അറബികൾ മരുഭൂമിയിലൂടെ വ്യാപാരത്തിന് പോകുന്നവരും സഞ്ചരിക്കുന്നവരുമാണ്. നക്ഷത്രങ്ങളുടെ പൊസിഷൻ മനസ്സിലാക്കിയിട്ടൊക്കെ സഞ്ചരിക്കുന്നവരാണ്. ഇപ്പോൾ സൂര്യൻ എന്നും ഒരേ വലുപ്പത്തിലും അനുഭവത്തിലുമാണ് ഇവർ കാണുന്നത്. ചന്ദ്രനാകട്ടെ ഒരേ വലുപ്പത്തിലല്ല, വൃദ്ധിക്ഷയങ്ങൾ സംഭവിക്കുന്നു. ഈ വൃദ്ധിക്ഷയങ്ങളെക്കുറിച്ചാണ് അവരുടെ ചോദ്യം, അവരുടെ അനുഭവത്തെക്കുറിച്ചാണ് ചോദ്യം. യസ്അലൂനകാനിൽ അഹില്ല. ഒന്നാം ദിവസം ഒരു ഈർക്കിൾ വള്ളു പോലെ പ്രതിപദം, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, ദ്വയാദശി, ത്രയാദശി, പൗർണമി. ഇതാണ് ആദ്യത്തെ 13 തിഥികൾ എന്ന് പറയും. പിന്നീട് 2 ദിവസം പൗർണമിയാവും, ഒരു ദിവസം പൗർണമി. പിന്നീട് ഇത് ശുക്ലപക്ഷം എന്നൊക്കെ പറയും. പിന്നീട് കൃഷ്ണപക്ഷം, അത് ചെറുതായി വന്നിട്ട് അവസാനം ഉർജൂനുൽ ഖദീം അമാവാസിയിലേക്ക് മുട്ടുന്നു. സയൻറ്റിഫിക്കലി പറഞ്ഞാൽ ആദ്യത്തെ 8 ദിവസം വാണിംഗ് ക്രസൻറ്റ് എന്ന് പറയും. പിന്നത്തത് പൗർണമി എത്തുന്നത് വരെ വാണിംഗ് ഗിബ്ബോസ് എന്ന് പറയും. പൗർണമി കഴിഞ്ഞാൽ പിന്നെ വാക്സിങ് ഗിബ്ബോസ് എന്ന് പറയും, പിന്നെ വാക്സിങ് ക്രസൻറ്റ് എന്ന് പറയും. പിന്നീട് ഇൻവിസിബിൾ മൂണാകും, പിന്നീട് ന്യൂ മൂണാകും, പിന്നീട് ക്രസൻ്റ് ആകും. ഇതാണ് ആസ്ട്രോണമി. അപ്പം ഇതിനെക്കുറിച്ചാണ് ചോദ്യം. ഈ അനുഭവത്തിലെ മാറ്റം എന്താണ്? ഈ അനുഭവത്തിലെ മാറ്റം ചോദിച്ചപ്പോൾ അള്ളാഹു ആ മാറ്റത്തിൻ്റെ കാരണം നിങ്ങൾ കണ്ടെത്തിയേക്ക്, അതാണ് അതിൻ്റെ ഒരു ഇഷാറത്ത്. പക്ഷെ അതിൻ്റെ പ്രയോജനം എന്താണ്? നിങ്ങളതിൽ നിർബന്ധമായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട മാനകമായ തത്വം, ബാക്കി വ്യക്തിപരമായ ഇഖ്തിസാസാണ്. ടാലൻ്റ് പോലെ നിങ്ങൾ അന്വേഷിക്കൂ. പൊതുവെ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്, അത് കാലം നിർണ്ണയിക്കാനുള്ള പ്രകൃതി പഞ്ചാംഗമാണ്. അപ്പം ഈ കാലം നിർണ്ണയിക്കാനുള്ള പ്രകൃതി പഞ്ചാംഗം ദൃശ്യകലകളാണ്. അതാണ് ഖുർആൻ്റെ ആയത്തിൻ്റെ പൊരുൾ. ന്യൂമൂൺ അദൃശ്യകലയാണ്. ഡാർക്ക് ക്രസൻറ്റ്, ഇൻവിസിബിൾ ക്രസൻറ്റ്, ഡാർക്ക് മൂൺ എന്നൊക്കെയാണ് ആസ്ട്രോണമി അതിനെക്കുറിച്ച് പറയുന്നത്. ഈ
കണ്ടെത്തപ്പെടാത്ത പ്രപഞ്ചത്തെക്കുറിച്ച് ഡാർക്ക് മാറ്റർ എന്ന് ഫിസിക്സ് പറയുന്നത് പോലെ, അജ്ഞാതമായ ദ്രവ്യം എന്ന് പറയുന്നത് പോലെ അജ്ഞാതമായ മൂണാണിത്. ഈ അജ്ഞാതമായ മൂണിനെക്കുറിച്ച് ഖുറാനിൽ യസ്അലൂനകാനില്ലാഹില്ല എന്ന് പറയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ലോജിക്കൽ പ്രശ്നം സൂചിപ്പിച്ചു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ ചന്ദ്രമാസമായിട്ട് കൂട്ടുന്നത് പിന്നെ സിമ്പിളാണ്. ന്യൂ മൂൺ സംഭവിക്കുന്നു. ന്യൂ മൂൺ സംഭവിച്ചാൽ, ന്യൂ മൂൺ എന്ന് പറഞ്ഞാൽ അറിയുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ, അറിയാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കാനാണ്. ഒരിക്കൽ കൂടി പറയാം. ഭൂമിയും ചന്ദ്രനും സൂര്യനും ഒരേ രേഖയിൽ വന്നിട്ട് ചന്ദ്രൻ കിഴക്കിലേക്ക് സൂര്യനെ അപേക്ഷിച്ച് അല്പം തെന്നുന്നതിനാണ്, മുന്നോട്ട് വരുന്നതിനാണ് ന്യൂ മൂൺ എന്ന് പറയുന്നത്. ന്യൂ മൂൺ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ, ഒരു വസ്തുവിൻ്റെ പേരല്ല, ഒരു മുസമ്മയല്ല ന്യൂ മൂൺ. വാസ്തവത്തിൽ ന്യൂ മൂൺ എന്നുള്ളത് ഒരു ആക്ഷനാണ്, ഒരു പ്രോസസ്സാണ്, ഒരു ആസ്ട്രോണമിക്കൽ പ്രോസസ്സ്. അല്ലാതെ പുതിയ ചന്ദ്രൻ എന്നുള്ള ആ വസ്തുവിൻ്റെ പേരല്ല. ഒരു മസ്തരിയായ മാനയാണ് ന്യൂ മൂൺ ഉള്ളത് എന്നർത്ഥം. അത് മനസ്സിലാക്കേണ്ട സംഗതിയാണ്. എന്നിട്ട് പിന്നെ അന്ന് വൈകുന്നേരം, ന്യൂ മൂൺ ഉണ്ടായ ദിവസം വൈകുന്നേരം, നമ്മുടെ അനുഭവത്തിൽ ചന്ദ്രനും സൂര്യനും എന്തായാലും അസ്തമിക്കുമല്ലോ. ഇങ്ങനെ അസ്തമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സൂര്യൻ്റെ അടുത്തായിരിക്കും ചന്ദ്രൻ ഉണ്ടാവുക. കാരണം ഒരു രേഖയിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ട് കുറച്ച് മണിക്കൂറുകളാവുന്നുള്ളൂ. അവിടെ ആസ്ട്രോണമിക്കലി കുറച്ച് കണ്ടീഷൻ വരുന്നുണ്ട്. ഇനി നമുക്ക് കാണണമെങ്കിൽ, എന്താണ് ഈ മാസം കാണുക എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം. സൂര്യൻ അസ്തമിച്ചിട്ട് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ചന്ദ്രൻ അസ്തമിക്കാതെ ബാക്കിയാവുകയാണെങ്കിൽ അതിന് നമ്മളത് നഗ്ന നേത്രം കൊണ്ട് സാക്ഷിയാവുകയാണെങ്കിൽ അതിനാണ് മാസപ്പിറ ദർശനം, മാസപ്പിറവി എന്ന് പറയുന്നത്. പക്ഷെ അത് പറക്കാൻ ആസ്ട്രോണമിക്കലി എന്താ കണ്ടീഷൻ? ആസ്ട്രോണമിക്കലി സൂര്യൻ്റെ അടുത്ത് തന്നെയാണ് ചന്ദ്രനെങ്കിൽ സൂര്യപ്രകാശത്തിൻ്റെ പ്രഭയിൽ ഇത് കുളിച്ചു കാണൂല. അപ്പോൾ അതോടെ കണ്ടീഷൻ പറയുന്നത്, ആ കണ്ടീഷൻ ഒരു ഫാക്ച്വലി നഫ്സുൽ നമ്പർ അങ്ങനെ തന്നെ ആവണമെന്നില്ല. നമ്മൾ ഈ ഇത്തരം സംഗതികളുടെ താരീഫ് പറയുമ്പോൾ കിതാബുകൾ കൊണ്ടുവരുന്നൊരു ശൈലിയുണ്ടല്ലോ, അലാമാഹിയ അലൈഹി ഫി നഫ്സുൽ അംരി ബി ഖദ്രിത്താഖത്തിൽ ബശരിയ, അല്ലേ? ഇൽമുൻ യുബ്ഹസു ഫീഹി അൻ അഹ്വാലി അഴിയാനിൽ മൗജൂദാത്തി അസുഫ്ലിയത്തി വൽ ഉൽവിയത്തി അലാമാഹിയ അലൈഹി ഫി നഫ്സുൽ അംരി ബി ഖദ്രിത്താഖത്തിൽ ബശരിയ എന്ന് പറയും. ഈ ബി ഖദ്രിത്താഖത്തിൽ ബശരിയ എന്നുള്ളത് സിഗത്തു തബരിയ എന്നാണ് പറയുക, ഒരു ജാമ്യാപേക്ഷയാണത്. തെറ്റാം, കുറച്ചൊക്കെ മാറാം. അപ്പോൾ എല്ലാ ഒബ്ജക്റ്റീവ് സയൻസും ബി ഖദ്രിത്താഖത്തിൽ ബശരിയാണ്. ഫാൾസിഫയബിലിറ്റി എന്നൊക്കെ അതിന് സയൻസിൻ്റെ ടേമും വരും. അപ്പോൾ അത് ഈ സൂര്യനും ചന്ദ്രനും തമ്മിൽ ഒരു 9 ഡിഗ്രിയും സംതിങ്ങും ഡിഫറൻസ് വേണമെന്നുള്ളതാണ് ആസ്ട്രോണമി പറയുന്നത്, മാസം കാണണമെങ്കിൽ. അത് സമയത്തിലേക്ക് മാറ്റിയാൽ, ഇതൊക്കെ വളരെ കോൺട്രവേഴ്ഷ്യലാണ്, സമയത്തിലേക്ക് മാറ്റിയാൽ ഈ അടുത്ത കാലം വരെ പറഞ്ഞിരുന്നത് 48 മിനിറ്റ് മൂൺലാഗ് എന്ന് പറയും. സൂര്യൻ അസ്തമിച്ചിട്ടും ചന്ദ്രൻ അസ്തമിക്കാതെ 48 മിനിറ്റ് വേണമെന്നായിരുന്നു അടുത്ത കാലം വരെ സയൻസിൽ കണ്ടിരുന്നത്. ഈ നാസാൻ്റെ സ്പേസ് സയൻസിലൊക്കെ അങ്ങനെയാണ് കൊടുത്തിരുന്നത്. പക്ഷേ ഈ 48 മിനിറ്റ് എന്നല്ല ഇന്നുള്ളത് 29 മിനിറ്റാണ്. സൂര്യൻ അസ്തമിച്ചിട്ടും ചന്ദ്രൻ അസ്തമിക്കാൻ ബാക്കിയുള്ള ആ ദൈർഘ്യം, ആ ഫസ്ലിനാണ് മൂൺലാഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ മൂൺലാഗ് നമുക്ക് 29 മിനിറ്റിൽ പിടിക്കാം. കിതാബിൽ 32 മിനിറ്റാണ്. 29 മിനിറ്റിൽ പിടിക്കാം, അല്ല 32 മിനിറ്റിലേക്ക് മാറ്റാം. ഇത്രയും സമയമെങ്കിലും ബേസിക്കലി ഉണ്ടെങ്കിലേ കണ്ണുകൊണ്ട് ഇത് കാണുള്ളൂ. അങ്ങനെ കണ്ണുകൊണ്ട് കണ്ടതിന് ശേഷമുള്ള സന്ദർഭത്തെക്കുറിച്ചാണ് നാം പുതിയ ചന്ദ്രമാസം എന്ന് പറയുന്നത് ചുരുക്കത്തിൽ. ഇപ്പോൾ ഇവിടെ 2 കാഴ്ചപ്പാട് വന്നു. ഒന്ന് ഇങ്ങനെ അവിടെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. മൂൺലാഗ് ഇത്ര മിനിറ്റ് വേണം. പക്ഷേ അതിന് കോൺട്രവേഴ്ഷ്യൽ എന്ന് പറയാൻ കാരണം
ഇതൊക്കെ സയൻസ് അനുസരിച്ച് കൊണ്ടേ പാടുള്ളൂ എന്ന് പറയുന്ന ഇതേ കക്ഷികൾ തന്നെ, ഇപ്പം എക്സാമ്പിൾ സൗദിയിലൊക്കെ ഈ വിഷയം ശ്രദ്ധിക്കുന്നവർക്കറിയാം, അല്ലാഹു അലം, മൂൺലാഗ് 5 മിനിറ്റും 10 മിനിറ്റും ഉള്ള ദിവസമൊക്കെ GCCയിൽ നോമ്പും പെരുന്നാളൊക്കെ ഉറപ്പിക്കുന്നുണ്ട്. ന്യൂമൂൺ ദിവസം നിലാവ് കാണുക എന്നുള്ളത് അസാധ്യമാണ് എന്ന് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഈ മണിക് ഫാനൊക്കെ. പക്ഷേ ന്യൂമൂൺ ഉണ്ടായ ദിവസം തന്നെയാണ് ഈ പല രാജ്യങ്ങളിലും ചന്ദ്രക്കലയെ കണ്ടു എന്നൊക്കെ പറയുന്നത്. ഈ മണിക് ഫാൻ്റെ ബുക്ക് ഞാൻ ഉദ്ധരിക്കാൻ കാരണം, മൂൺലാഗ് 17 മിനിറ്റുള്ള ദിവസം കാപ്പാട്ട് കാതിയാറ് മാസം തപ്പിയെടുത്തു എന്നൊക്കെ പറഞ്ഞ് മൂപ്പര് കളിയാക്കുന്നുണ്ട്. മൂൺലാഗ് 17 മിനിറ്റുള്ള ദിവസം കാണാം എന്നുള്ളത് ഉറപ്പാണ്. കേരളത്തിൻ്റെ ഒരു തീരദേശ സ്വഭാവം വെച്ചിട്ട് കാണാൻ പറ്റും. വ്യക്തിപരമായി അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കേരളത്തിൻ്റെ കടപ്പ് ഒന്നുകൂടി സവിശേഷമാണ്. പക്ഷേ ഈ 17 മിനിറ്റുള്ള ദിവസം കണ്ടു എന്ന് പറഞ്ഞ് കളിയാക്കുന്ന കക്ഷികൾ GCCയിൽ 2 മിനിറ്റും 3 മിനിറ്റൊക്കെ ഉള്ളപ്പോഴാണ് കാണുന്നത്. അതിനെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല. GCCയെ ചൊടിപ്പിച്ചാൽ പിന്നെ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ സയൻറ്റിഫിക് ടെമ്പർ അനുസരിച്ച് കൊണ്ട് ന്യൂട്രലായിട്ട് കാര്യം സംസാരിക്കുകയാണെങ്കിൽ നഗ്ന നേത്രം കൊണ്ട് അവിടെ പിന്നെ എങ്ങനെ കാണുന്നു എന്നുള്ളത് നമ്മൾ ജമ്മ് ചെയ്യണം. നമുക്ക് GCCയെ അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒബ്സർവേറ്ററികളെ കൊണ്ട്, സഹായികളെ കൊണ്ട് സ്പോട്ട് നിർണയിച്ചിട്ട് പിന്നെ നഗ്ന നേത്രം കൊണ്ട് നോക്കുന്നതാവാം എന്ന് വിചാരിക്കാം. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അവിടെ 2 മൻഹജ് വന്നു. ഒന്ന് കണ്ണുകൊണ്ട് തന്നെ കാണുക എന്നുള്ളതും, മറ്റൊന്ന് ന്യൂമൂണിന് ശേഷം മാസം തുടങ്ങുമെന്നുള്ളത്. പക്ഷെ അവിടെ ഒരു അവ്യക്തത ഉണ്ടാവാൻ പാടില്ല. ഈ ന്യൂമൂണിന് ശേഷം എന്ന് പറയുമ്പോൾ അവരെന്താ പറയുന്നത്? നമുക്ക് അവരെ നിരാകരിക്കുന്നതിൻ്റെ കുറച്ച് ന്യായങ്ങൾ നോക്കാം. പറയുമ്പോൾ ഒരു വാദം എളുപ്പമാണ്. അവരുടെ ഒരു ആർഗ്യുമെൻറ്റിൻ്റെ ഒരു പ്രേരണ, ഈ പ്രേരണയെ നമ്മൾ ചെറുതാക്കാൻ പറ്റൂല. ഉദ്ദേശശുദ്ധി എന്ന് പറയല്ലോ. ഉദ്ദേശം 4 നാട്ടിൽ 4 ദിവസം പെരുന്നാളും നോമ്പും എന്നുള്ളത് മുസ്ലിം ഉമ്മത്തിൻ്റെ ഐക്യത്തെ ഭംഗപ്പെടുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരു സാർവദേശീയമായ പാൻ ഗ്ലോബൽ നോമ്പും പെരുന്നാളും സാധ്യമാക്കണം എന്നുള്ളതാണ്. ഇത് സാധാരണക്കാർക്കിടയിൽ നല്ല മൈലേജ് കിട്ടുന്നൊരു ആർഗ്യുമെൻറ്റുമാണ്. കാരണം ഇപ്പോൾ പ്രവാസികളും നമ്മുടെ നാട്ടിലൊക്കെയുള്ള വിഷയം, അവർ പെരുന്നാൾ നിസ്കരിച്ചിട്ട് ഫോട്ടോ എടുത്ത് ഇങ്ങനെ അയച്ചു തരുമ്പോൾ നമുക്ക് ഇവിടെ നോമ്പായിരിക്കും. സാധാ സംഭവിക്കലുണ്ട്. കാരണം അവരൊന്നുകൂടി പടിഞ്ഞാറിലാണ്, നമ്മൾ കിഴക്കിലാണ്. നമ്മൾ മാസം കണ്ടില്ലെങ്കിലും അവിടെ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഇവിടെ നിന്ന് അങ്ങോട്ടേക്കും യാത്ര ചെയ്താൽ ഒരുപക്ഷെ 31 നോമ്പിലേക്കും അല്ലേ 29ൻ്റെ മാറ്റി 30-ാം നോമ്പിലേക്കുമൊക്കെ പോവേണ്ട സാങ്കേതിക പ്രയാസം വരും. അപ്പോൾ ഒറ്റ ദിവസം നോമ്പും പെരുന്നാളും ആക്കാമെന്നുള്ള ഒരു ജനാധിപത്യപരമായൊരു നിഷ്കളങ്കമായ വിഡിത്തമാണ്. എന്താണ് ഭൂമി എന്ന് മനസ്സിലാക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. അതിലേക്ക് വരാം. അപ്പോൾ അവരുടെ ആർഗ്യുമെൻ്റ് അനുസരിച്ച് കൊണ്ട് ഇപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. ഒരുപാട് മലയാളത്തിൽ ന്യൂമൂണിന് ശേഷമാണ് മാസപ്പിറവി വരേണ്ടതെന്നുള്ള പുസ്തകങ്ങളുണ്ട്, വിശദീകരണങ്ങളുണ്ട്. പക്ഷെ ഒന്നിലും ഞാൻ കണ്ടെടുത്തിലോളം, ഞാൻ ആ വിഷയത്തിലൊരു അറിവുള്ള ആളല്ല, ഞാൻ കണ്ടെടുത്തിലോളം ഏത് സന്ദർഭം മുതൽ എന്നവർ വിശദീകരിക്കുന്നില്ല. ഇപ്പോൾ നമുക്കിപ്പോൾ നാസാൻ്റെ സൈറ്റ് അടിച്ച് നോക്കിയാൽ ഇങ്ങനെ കാണാം. അടുത്ത ന്യൂമൂൺ എപ്പോഴാണെന്ന് നോക്കിയാൽ ജസ്റ്റ് അതിൽ ടൈം കൊടുത്തിട്ടുണ്ടാകും. UTC ടൈം ഇത്ര മണിക്കായിരിക്കും, അല്ലെങ്കിൽ ഈസ്റ്റേൺ ടൈം ഇത്ര ടൈമിനായിരിക്കും, വെസ്റ്റേൺ ടൈം ഇത്ര, ഫ്രാക്ഷൻ അനുസരിച്ച് കൊടുക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ GMT ടൈം ഒരു രാവിലെ 11 മണിക്കാണ് അടുത്ത ന്യൂമൂണെങ്കിൽ, രാവിലത്തെ 11 മണി ആയിക്കോട്ടെ, ലണ്ടനിലെ രാവിലത്തെ 11 മണിക്കാണ് ന്യൂമൂണെങ്കിൽ, ഇപ്പോൾ ഇന്ത്യയിൽ എത്ര മണിയായിരിക്കും? ആ 11 മണിയേക്കാളും
ഒരു 5 മണിക്കൂർ കൂട്ടണം ഏകദേശം. GMT UTC കാൽക്കുലേഷൻ നമുക്കറിയാം. ഗ്രീനിച്ച് രേഖയിൽ നിന്ന് കിഴക്കിലേക്ക് 15 ഡിഗ്രി മാറുമ്പോൾ 1 മണിക്കൂർ കൂട്ടണം. പടിഞ്ഞാറിലേക്ക് പോകുമ്പോൾ 15 ഡിഗ്രിക്ക് 1 മണിക്കൂർ കുറക്കണം. അപ്പോൾ ഏകദേശം ഇങ്ങോട്ടേക്ക് കൂട്ടുമ്പോൾ 12 മണി, 1 മണി, 2 മണി, 3 മണി, 4 മണി, ഒരു 4:20 ഒക്കെ ആയിരിക്കും ഇവിടെയുള്ള സമയം. ന്യൂമൂണായി. എന്നാൽ ഈ 4:20 കോഴിക്കോട്ടുകാരായ കൊണ്ടോട്ടിക്കാരായ നമുക്ക് 4:20 കഴിഞ്ഞിട്ട് മഗ്‌രിബ് വാങ്ങുക 6:30 കൂട്ടിക്കോ. ഈ മഗ്‌രിബ് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ വരെയുള്ള സമയം പഴയ മാസത്തിലെ സമയമാണോ പുതിയ മാസത്തിലെ സമയമാണോ എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. അതാണ് പ്രശ്നം. അത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അത് മനസ്സിലാക്കേണ്ടതാണ്. ന്യൂമൂൺ സംഭവിച്ചു. ഇനി എപ്പം മുതലാണ് അടുത്ത മാസം തുടങ്ങുക? ന്യൂമൂണാനന്തര നിമിഷം മുതൽ തുടങ്ങുന്നില്ല. ന്യൂമൂണാനന്തര നിമിഷം മുതൽ തുടങ്ങാതെ പിറ്റേന്ന് രാവിലെ മുതൽ എന്നാണ്. പിറ്റേന്ന് രാവിലെ എന്നുള്ള വാക്കും വളരെ പ്രോബ്ലമാറ്റിക്കാണ്. ഇതൊക്കെ അവർ പറഞ്ഞു തരണം. മീൻസ് ഫജ്ർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. രാവിലെ ഒരു മോർണിംഗ്, അതിനൊരു ഇസ്തിലാഹിയായ മാന കൊടുക്കണമല്ലോ. ഒന്നുകിൽ ഫജ്ർ എന്നാണ് മുറാദ്, അല്ലെങ്കിൽ തുലൂ എന്നാണ് മുറാദ്. സ്വബയാണ് കൂട്ടേണ്ടത്, അല്ല സൂര്യോദയമാണ്. മണിക്ഫൻ ആദ്യം മക്കത്തെ സുബഹി എന്നാണ് പറഞ്ഞത്. ആ കത്തത്തിൻ്റെ പുസ്തകത്തിലുണ്ട്. ഈ മക്കത്തെ സുബഹി നമ്മുടെ നാട്ടിൽ എത്ര മണിയായിരിക്കും? മക്കത്തെ സുബഹി നമ്മുടെ നാട്ടിലുള്ള ഏകദേശം കുറച്ചും കൂടി ഇങ്ങോട്ടൊക്കെ വരുമല്ലോ, 2 മണിക്കൂർ 20 മിനിറ്റ് സംതിങ്. നമുക്ക് നേരത്തെയാണല്ലോ, കിഴക്കിലാണല്ലോ. പിന്നെ ആ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ മക്കത്തെ സുബഹി ഇനിയിപ്പോൾ അമേരിക്കക്കാർക്ക് ഏതായിരിക്കും സമയം ഒക്കെ വളരെ മണ്ടത്തരമാണ്. മാറ്റി പറഞ്ഞു. ഐഡിയൽ ഇൻ്റർനാഷണൽ ഡേറ്റിലെ ഇവിടെ GMT നിർണ്ണയിക്കുന്ന ഗ്രീനിച്ച് രേഖയുടെ നേരെ നവീറുത്തൂലുണ്ടല്ലോ, ആൻറ്റിപോഡൽ. ഭൂമിയെ കിഴക്ക് പടിഞ്ഞാറ് പപ്പാതിയാക്കുമ്പോൾ 0 പോയിൻ്റാണ്, തൂലാണ്, തൂൽ വലതാണ്. ഗ്രീനിച്ച് അതിൻ്റെ നേരെ അപ്പുറം പസഫിക് സമുദ്രത്തിൻ്റെ ഒത്ത നടു ഇൻ്റർനാഷണൽ ഡേറ്റിലെ. അവിടെ നിങ്ങോട്ടിങ്ങനെ ലൂപ്പായിട്ട് വരട്ടെ എന്നൊരു കൺസെപ്റ്റ് കിട്ടും. അപ്പോൾ ലോകത്തിന്ന് അവരുടെ കൺസെപ്റ്റ്, ഭൂമിയിൽ എവിടെ ന്യൂമൂൺ ഏത് നിമിഷത്തിൽ സംഭവിക്കുകയാണെങ്കിലും പിറ്റേന്ന് ആ ദിവസം അന്തിമയങ്ങി പിറ്റേന്ന് പ്രഭാതം ഐഡിയൽ ഭൂമിയുടെ കിഴക്കേ എൻഡ് മുതൽ പുതിയ ശറഈ മാസം ആരംഭിക്കണം എന്നാണ്. ഈ വിഷയം എല്ലാ വിഷയവും ഇപ്പോൾ ഉസ്താദ് ഇവിടെ ഇതിന് മുമ്പൊക്കെ സംസാരിച്ച താരീഖാവട്ടെ, തഫ്സീറാകട്ടെ, സീറയാകട്ടെ, ദീനിയായ എല്ലാ സംഗതിയും നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഈ ഭൂമി നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. പൊളിറ്റിക്കൽ അറ്റ്ലസ് ഏറ്റവും ബ്രെയിനിൽ വേണ്ടത് നാം ഉസ്താദുമാർക്കാണ്. ജിയോഗ്രഫി കറക്റ്റ് കിട്ടണം. അപ്പോൾ അതിങ്ങനെ ഭൂമിയിൽ ആദ്യമായിട്ട് പകലുണ്ടാകുന്ന ഒരു പ്രദേശം കീരിബാത്തി എന്ന് പറയും. റഷ്യയുടെ കിഴക്കേ എൻ്റെ സൈബീരിയയുടെ താഴെ വരുന്ന കീരിബാത്തി. കിരിബാത്തി എന്ന് പറയാം. സൈബീരിയ, പോപ്ഗ്യൂനിയ, ഫിജി, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, അങ്ങനെ ഇങ്ങനെ ദിവസം സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കിഴക്കിൽ നിന്ന് പടിഞ്ഞാറിലേക്ക് ഇങ്ങനെ പടർന്ന് പിന്നെ ഏകദേശം ദക്ഷിണ കൊറിയ, ഉത്തര കൊറിയ, ജപ്പാൻ, ഇന്തോനേഷ്യ, മലേഷ്യ അത് കൂടി വന്നു. പിന്നെ ഇന്ത്യ, ചൈന, റഷ്യ, മംഗോളിയ അത് കൂടി വന്നു. പിന്നെ ഇപ്പുറത്തേക്ക് മിഡിൽ ഈസ്റ്റിലേക്ക് മാറി. പിന്നെ യൂറോപ്പിലേക്ക്, ആഫ്രിക്കയിലേക്ക് പോയി. പിന്നെ അത് അമേരിക്ക, അലസ്കയിൽ പോയി തീരുന്നു. ഇങ്ങനെയാണ്. നല്ലൊരു കൺസെപ്റ്റാണത്. പക്ഷെ ആ കൺസെപ്റ്റിൽ ബേസിക്കലി ഒന്നാമത്തെ പ്രശ്നം, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞു. ഇന്നിപ്പോൾ നമുക്ക് നാസാൻ്റെ സൈറ്റ് അടിച്ച് നോക്കിയാൽ കാണാം ന്യൂമൂൺ എപ്പോഴാണ്. ബേസിക്കലി അഹ്ലുസുന്നയുടെ ഒരു മൻഹജും ഇസ്ലാമിക് മോഡേണിറ്റിയുടെ മൻഹജും രണ്ടാവുന്ന ഒരു അടിസ്ഥാന തത്വം, അത് ഇൽമുൽ ഫലക്കാവട്ടെ, ഫിഖഹാവട്ടെ, അഖീദയാവട്ടെ, ഏതും ആകട്ടെ, ബേസിക്കലി ഉള്ളൊരു തത്വം
മനുഷ്യൻ്റെ ഫിതരിയായിട്ടുള്ള കഴിവുകളെയാണ് അഹ്ലുസുന്നയുടെ മൻഹജിൽ വിലമതിക്കുക, ആശ്രയിക്കുക, മാനദണ്ഡമാക്കുക. ഫിതരിയായ കഴിവിൻ്റെ അപ്പുറമുള്ള സാങ്കേതികതകളെ നമ്മുടെ ഫുഖാക്കൾ ആത്യന്തികമായി ആശ്രയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മാനക നിയമമായിരിക്കുമല്ലോ. ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടായി എന്ന് കൂട്ടിക്കോ, ലോകത്ത് നാസാൻ്റെ സ്പേസും സാറ്റലൈറ്റും ഉപഗ്രഹവും ഒന്നും ഉണ്ടാവില്ല. അടുത്ത ന്യൂമൂൺ എപ്പോഴാണ് എന്നത് UTC ടൈമിൽ ഇന്ന് കിട്ടുന്നുണ്ട്. ഒരു 50 കൊല്ലം മുമ്പ് കിട്ടിയിരുന്നില്ല, ഒരു 50 കൊല്ലം കഴിഞ്ഞാൽ കിട്ടണമെന്നുമില്ല. ഇന്നത്തെ ഈ ലോകത്തിൻ്റെ ഈ സ്ട്രക്ചർ അരമിനിട്ട് കൊണ്ട് ഇല്ലാണ്ടാവും. ഇല്ലാണ്ടാവാനുള്ള പൊട്ടൻഷ്യാലിറ്റി ബിൽക്കുവ അൽ മുൻഹദിമൻ ബിൽക്കുവ പൊട്ടൻഷ്യാലിറ്റി ഉണ്ട്. ഇപ്പം US പ്രസിഡൻറ്റിൻ്റെ അവസ്ഥ നമുക്കറിയാം. അതേപോലെ ഒന്നുകൂടി 1 ഡിഗ്രി കൂടി മാറിയ ഒരു സൈക്കോപാത്ത് ലോക വൻശക്തിയുടെ പ്രസിഡൻ്റായാൽ 1 മിനിറ്റ് കൊണ്ട് ഈ ഭൂമണ്ഡലം ആകെ കരിക്കാം, മൊത്തം കരിഞ്ഞു പോകും. മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ സ്പേസ് വാർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഭൂമിയിൽ നിന്നായിരിക്കില്ല, സ്പേസ് എന്നായിരിക്കും യുദ്ധം. എല്ലാ സാധനങ്ങളും ആടല്ലേ ഉള്ളത്. നമ്മളെ ഉത്സവത്തിന് നേർച്ചക്കെല്ലാം ബലൂണ് വെക്കുന്ന, പൊരി വെക്കുന്ന, ജിലേബി വെക്കുന്ന ഒരു പ്രതീതിയാണ് ആടെ പോയാൽ ഉണ്ടാവുക. എല്ലാ രാജ്യവും പറത്തിവിട്ട സാധനങ്ങൾ അവിടെയുണ്ട്. അവിടെയാണ് കൺട്രോളിങ് സിസ്റ്റം ഉള്ളത്. അപ്പം അങ്ങനെ ഈ ടെക്നോളജി കണ്ണി ഇമ്മിയാൽ എന്ത് സംഭവിക്കും? ന്യൂമോണൊന്നും നമുക്ക് അറിയാൻ നിവൃത്തിയില്ലാതാവും. അപ്പം എല്ലാ കാലത്തേക്കും റെഗുലറായിട്ടുള്ള നിയമമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുക. ടെക്നോളജി മാറുന്നതിനനുസരിച്ച് കൊണ്ട് ഇസ്ലാമിൻ്റെ അഹ്കാമിനെ മാറ്റുന്ന അടിസ്ഥാന സമീപനം ഉണ്ടാവില്ല. ലാ യുൻകറു തഗയ്യുറുൽ അഹ്കാമി ബി തഗയ്യുരിൽ അസ്മാൻ എന്നുണ്ട്. അത് സോഷ്യൽ പ്രോസസ്സാണ്, കൾച്ചറൽ പ്രോസസ്സാണ്, ടെക്നോളജിക്കൽ പ്രോസസ്സല്ല. തഗയ്യുറുൽ അസ്മാൻ അനുസരിച്ച് കൊണ്ട് തഗയ്യുറുൽ അഹ്കാം ഒരു മുങ്കറായ സംഗതിയല്ല എന്ന് ഗസാലി ഇമാം പറഞ്ഞത് ടെക്നോളജി ബേസ്ഡ് അല്ല, കൾച്ചറൽ ബേസിലാണ്, സോഷ്യൽ ബേസിലാണ്. റെഗുലർ ആയിരിക്കണം നിയമം എന്ന് പറഞ്ഞ പോലെ സ്പേഷ്യസ് റെഗുലർ എന്ന് പറയും. ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റണം. ഇപ്പം നാസാൻ്റെ സൈറ്റും ഫ്രീ ഡാറ്റയും ഒക്കെ ചില സമൂഹത്തിന് കിട്ടും. അതേസമയം ചേരിയിലെ ചോറാക്കി തിന്നുന്ന കോടികളും ഉണ്ട് മുസ്ലിം സമൂഹത്തിലും ലോകത്തിലും. ഇനിയും ഇൻ്റർനെറ്റും മൊബൈൽ ഫോൺ ആക്സസും ലാപ്ടോപ്പും ഇല്ലാത്ത കോടികളുടെ കൂടിയാണ് 2026 ഭൂമി. അപ്പോൾ അത് ആന്തമാനിലെ കാടിലായാലും, ഓസ്ട്രേലിയയിലെ അബോർജിൻസിൻ്റെ ഇടയിലായാലും, ആഫ്രിക്കയിലെ നീഗ്രോകൾക്കിടയിലായാലും, അത് അമേരിക്കയിലെ വൈറ്റ്സിൻ്റെ ഇടയിലായാലും, ഇന്ത്യയിലെ മിഡിൽ ക്ലാസിൻ്റെ ഇടയിലായാലും, ആർക്കിടയിലായാലും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അഹ്കാമേ ഇസ്ലാമിലുണ്ടാവുള്ളൂ. അപ്പം ഇനിയിപ്പോൾ പഴയ ഫിഖ്ഹൊന്നും നോക്കണ്ട, നമുക്ക് നാസാൻ്റെ സൈറ്റ് നോക്കി മാസം ഉറപ്പിച്ചോടെന്ന് ചോദിച്ചാൽ അത് നിനക്കും നമുക്കും കഴിയും, എല്ലാവർക്കും കഴിയണമെന്നില്ല. ഇന്ന് കഴിയും, നാളെ കഴിയണമെന്നില്ല. ഈ അടിസ്ഥാനപരമായ തത്വമാണ് ഇസ്ലാമിൽ എല്ലാ സംഗതിയിലും ഉള്ളത്. എല്ലാ സംഗതിയിലും മനുഷ്യൻ്റെ നൈസർഗിക ക്വാളിറ്റിയാണ് നോക്കുക. അപ്പോൾ ഞാനിത് റിപ്പീറ്റ് ചെയ്ത്, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ തുടങ്ങിയ സമയം മറന്നു ചോദിച്ചത്. ഇപ്പോൾ 40 മിനിറ്റാണ് കരുതിയ, കുറച്ചുകൂടി പറയാം. ചിലപ്പോൾ ഇവർ കളിയാക്കി പറയല്ലോ, 7-ാം നൂറ്റാണ്ടിലെ കൂറ കിതാബം വെച്ചിട്ടാണോ ഇപ്പോഴും നിങ്ങൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും കാലം മാറിയില്ലേ ഇസ്ലാമിലെ നിയമങ്ങളൊക്കെ മാറ്റേണ്ടത്. അപ്പം അവിടെയെല്ലാം നമ്മൾ ആശ്രയിക്കുന്നത് മനുഷ്യൻ്റെ ഫിതരിയായ ക്വാളിറ്റിയിലേക്കാണ്. ഫിതരിയായ ക്വാളിറ്റി മാറുന്നില്ലല്ലോ. ഫ്രം ദ ഫസ്റ്റ് ഹോമോസാപ്പിയൻ ടു ദി ലാസ്റ്റ് ഹോമോസാപ്പിയൻ, ആദം അലൈഹിസ്സലാം മുതൽ അന്ത്യനാൾ വരെയുള്ള മനുഷ്യന്മാരൊക്കെ ഒരുപോലെയാണ്. ചരിത്രത്തിൽ അതിൻ്റെ സൗകര്യത്തിന് വേണ്ടി പറയുന്ന വാക്കുകളാണ് പ്രാക്തനകാലം, പൂർവികകാലം, പ്രാചീനകാലം, ആധുനിക കാലം, പൂർവാധുനിക കാലം, ഉത്തരാധുനിക കാലം, ഇപ്പോൾ തർക്കുത്തരാധുനിക കാലം. ഇതൊക്കെ സൗകര്യമാണ്. ബേസിക്കലി എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്. ആദം അലൈഹിസ്സലാമിനെ ചിരിപ്പിച്ച, അവരുടെ മക്കളെ ചിരിപ്പിച്ച സംഗതി ഇന്ന് നമ്മുടെ മുമ്പിൽ വീഡിയോയിലിട്ടാൽ നമ്മളും ചിരിക്കും.
നമ്മളിന്ന് കരയുന്നൊരു സീൻ അവർ കണ്ടിരുന്നുവെങ്കിൽ അവരും കരയുമായിരുന്നു. മനുഷ്യൻ മാറിയിട്ടൊന്നുമില്ല, മാറൂല. മാറുന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഷറൈന് എന്താ അടിസ്ഥാനമുള്ളത്? ബയോളജിക്കൽ തത്വപോർ ചിലപ്പോൾ സ്പീഷ്യസ് മാറാതൊക്കെ നേരിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചേക്കാം. മനുഷ്യൻ്റെ ക്വാളിറ്റി മാറൂല. സാധാരണ പറയാറുണ്ട് 13 മനുഷ്യൻ്റെ ആകെ ആവശ്യം, ആദം അലൈഹി സ്വലാം മുതൽ അന്ത്യനാൾ വരുന്നു. ഒരിക്കലും മാറൂലത്. ദ പ്രൈം ഫണ്ടമെൻ്റൽ നീഡ് ഓഫ് ഹ്യൂമൻ സാപ്പിയൻ ഈസ് ഗെറ്റിംഗ് എ സൗണ്ട് സ്ലീപ്പ് എന്ന് പറഞ്ഞത്. നല്ലൊരു ഉറക്കം കിട്ടും, ഒന്നാമത്തെ ആവശ്യം. ശ്വാസം വിടുന്ന മനുഷ്യൻ്റെ ആവശ്യം ഒന്ന് ഉറക്കം കിട്ടുക. അതന്നും ഇന്നും സെയിമാണ്. ഒന്നാമത്തെ. 2 മൂത്രമൊഴിക്കുക, 3 വെള്ളം കുടിക്കുക, 4 കാഷ്ടിക്കുക, 5 ഭക്ഷണം കഴിക്കുക, 6 പ്രായമായവർക്കും കുട്ടികൾക്കും ചൂടുന്ന തണുപ്പെന്ന് രക്ഷ നേടാൻ വസ്ത്രം, 7 സെക്സ്, 8 പാർപ്പിടം, 9 വിനോദം, 4 വിധം, കലാകായികം, സംഗീതം, ലഹരി. ഈ 12 അല്ലാത്ത 13ാമത്തെ ആവശ്യം 2 കാലുള്ള ജീവിക്ക് ഒരിക്കലും വരൂല. എല്ലാം സെയിമാണ്. പിന്നെ ഈ അമിത ശാസ്ത്ര പൂജ എന്നൊക്കെ പറയാൻ പറ്റുമോ? ഇല്ല. കാരണം അത് ശാസ്ത്രം സപ്പോർട്ട് ചെയ്യുന്നതല്ല. പക്ഷെ പറയുമ്പോൾ ടെക്നോളജി മുന്തിയില്ലേ, മനുഷ്യൻ മാറിയില്ല എന്ന് വെച്ചാൽ മനുഷ്യൻ മാറിയില്ല, മാറാൻ കഴിയില്ല. ഉപകരണേ മാറുന്നുള്ളൂ, ഉപായം മാറുന്നില്ല. അപ്പം ഞാൻ അവിടെ തന്നെ കറങ്ങി പറയുകയല്ല. ഒന്ന്, ഈ തത്വദീക്ഷ ഇല്ലായ്മയാണ് ഒന്നാമത്തെ പ്രശ്നം. എപ്പോഴും അപ്ലൈ ചെയ്യാൻ പ്രകൃതിയിലേക്ക് നോക്കുക എന്നുള്ളതാണ്. അതാണ് അഹ്ലുസുന്നയുടെ മൻഹജ്. അപ്പോൾ അവർ പറയും, നിങ്ങൾക്ക് നിസ്കാരത്തിൻ്റെ സമയം ചാർട്ട് വെച്ച് പറയാം. അങ്ങനെയാണെങ്കിൽ പിന്നെ മാസപ്പിറവിൻ്റെതും ചാർട്ട് വെച്ച് പറഞ്ഞൂടെ? മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. നിസ്കാരത്തിൻ്റെ സമയവും നമ്മൾ പ്രകൃതിയിലേക്ക് തന്നെയാണ് നോക്കിയത്. നാസാൻ്റെ സൈറ്റ് നോക്കിയിട്ടല്ല നിസ്കരിക്കുന്നത്. മറിച്ച് സൂര്യൻ്റെ ചായ്വുകൾ ഭൂമിയിലുണ്ടാക്കുന്ന വസ്തുക്കളിൽ വരുത്തുന്ന നിഴൽ വ്യതിയാനങ്ങളെ നിരീക്ഷിച്ചിട്ടാണ് നാം അതിന് ചാർട്ടുണ്ടാക്കിയത്. നിഴൽ വ്യതിയാനങ്ങളാണ് ആധാരം. ആ നിഴൽ വ്യതിയാനങ്ങൾ എന്താണ്? സ്ഥായിയാണ്, ഒരേ സ്വഭാവമായിരിക്കും. അതുപോലെ ഒരേ സ്വഭാവത്തിലുള്ള കൃത്യമായി നേരത്തെ പ്രവചിക്കാൻ കഴിയുന്ന തരത്തിലല്ല ചന്ദ്രൻ്റെ ദൃശ്യാദൃശ്യ സ്വഭാവമുള്ളത്. ഇപ്പം ബേസിക്കലി മാസപ്പിറവിയുടെ കാര്യമായാലും നിസ്കാരത്തിൻ്റെ കാര്യമായാലും നാം പ്രകൃതിയിലേക്ക് തന്നെയാണ് നോക്കുന്നത് എന്നുള്ളതാണ്. അത് മറ്റവർ ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണയാണ്. ഞാൻ കുറേ ഭാഗം ഇങ്ങനെ വായിക്കാതെ പോവാണ്. രണ്ടാമത്തെ നോക്ക്, ഒരു കാര്യം കൂടി പറയട്ടെ. ഭൂമിയിൽ എപ്പോഴെങ്കിലും നടക്കുമോ എല്ലായിടത്തും ഒരേ സമയത്ത് പെരുന്നാളും നോമ്പും? അത് നടക്കൂലല്ലോ. ഉരുണ്ട ഭൂമിയിൽ 2 ദിവസം ശരിക്കും നമ്മൾ പറഞ്ഞ നേരത്തെ കലണ്ടറിലുള്ള ഗ്രിഗേറിയൻ കലണ്ടറിലുള്ള മാറ്റങ്ങൾ, അതിനെ ഒരുപക്ഷെ ആധുനിക നസി എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള മാറ്റത്തിരുത്തലുകൾ നമ്മൾ കേട്ടു. ഐഡിയൽ എന്ന് പറയുന്നൊരു രേഖ ഉണ്ടാക്കിയപ്പോഴും 16 ദിവസങ്ങൾ നഷ്ടപ്പെട്ട രാജ്യങ്ങളുണ്ട്, 12 ദിവസം നഷ്ടപ്പെട്ട രാജ്യങ്ങളുണ്ട്. നസിയായിരുന്നു. നിലവിൽ ഭൂമിയിൽ 26 മണിക്കൂർ റണ്ണിങ് ആണ്. 26 മണിക്കൂർ, 25 ചില്ലറ മണിക്കൂർ ഒരു ദിവസത്തിന് നിലവിൽ ഭൂമിയിൽ ഉണ്ട്. ഐഡിയലിനെ മുറിച്ചപ്പോൾ കിഴക്ക് വേണ്ടിയിരുന്ന ചില പ്രദേശങ്ങൾ അമേരിക്കയ്ക്ക് വേണ്ടി പടിഞ്ഞാറിലേക്കും റഷ്യക്ക് വേണ്ടി കിഴക്കിലേക്കൊക്കെ മാറ്റിയപ്പോൾ ഉണ്ടായ ചില തമാശകൾ എന്ന് പറയാൻ പറ്റുന്ന രസങ്ങളുണ്ട്. അപ്പോൾ ഭൂമിയിൽ സ്വിച്ചിട്ടതുപോലെ നോമ്പും പെരുന്നാളും ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റൂല. കിഴക്കേ എൻഡിൽ പകലാവുമ്പോൾ പടിഞ്ഞാറേ എൻഡിൽ രാത്രിയായിരിക്കും. ഇവിടെ വെള്ളിയാണെങ്കിൽ അവിടെ ശനിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അത് തന്നെ ആലോചിച്ച് നോക്കൂ. ഇത് വൈകുന്നേരം ന്യൂമോൺ ഉണ്ടായാൽ പിറ്റേന്ന് രാവിലെ വരെയുള്ള 12 മണിക്കൂർ ഏത് മാസത്തിൽ പെടുന്നു എന്ന ഒറ്റ ഇഷ്കാലിൽ ഈ കഥ കഴിഞ്ഞു. വൈകുന്നേരം ന്യൂമോൺ ഉണ്ടായാൽ പിറ്റേന്ന് രാവിലെ വരെയുള്ള മാസം, ദിവസം കഴിഞ്ഞു പോയ റമദാന് പെട്ടതാണോ ഇനിയല്ല ഷവ്വാലിൽ വരുന്നതാണോ?
അതിന് അലി മണിക്ഫാൻ കൊടുത്ത വിചിത്രമായ മറുപടിയുണ്ട്. നമ്മുടെ സാങ്കല്പിക ചോദ്യമല്ല, അതിന് അദ്ദേഹം കൊടുത്ത മറുപടി, അതിപ്പോൾ കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ രാത്രി കല്യാണത്തിൽ പെട്ടതാണെന്ന് ചോദിച്ചാൽ കല്യാണത്തിൽ പെട്ടതാണ്, കല്യാണത്തിൽ പെട്ടതല്ലേന്ന് ചോദിച്ചാൽ കല്യാണത്തിൽ പെട്ടതല്ല. അതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ മറുപടി. ന്യൂമൂണ് സംഭവിച്ചു, പിറ്റേന്ന് നേരം വെളുത്തില്ല. ഈ 13 മണിക്കൂർ അവിടെ അങ്ങ് ചേർക്കണമല്ലോ. അപ്പം അതിപ്പോൾ പെരുന്നാളിൻ്റെ ശവ്വാലിൽ പെട്ടതാണോ എന്ന് ചോദിച്ചാൽ ആണ്, റമദാനിൽ പെട്ടതല്ലേ എന്ന് ചോദിച്ചാൽ അതുമാണ്. രണ്ടിലും പെടുത്താം. കല്യാണത്തിൻ്റെ ദിവസത്തിലെ തലേന്ന് മൈലാഞ്ചി കല്യാണം അറബി കല്യാണം പോലെയാണ് എന്നാണ് മൂപ്പര് പറഞ്ഞത്. ലുഗവിയായി മജാസിയായിട്ട് ഓക്കെ, നമ്മളും മജാസിൻ്റെ ഒക്കെ ആൾക്കാരാണല്ലോ. പക്ഷേ പ്രാക്ടിക്കലി ഒരു പ്രശ്നം എന്താ അറിയോ, അന്ന് രാത്രി തറാവി നിസ്കരിക്കണോ ഫിത്തറിൻ്റെ അരിവാരണോ, അതൊരു പ്രാക്ടിക്കൽ പ്രശ്നമാണല്ലോ. ഏതിലെ ഇപ്പം പെടുത്തുക? ന്യൂമൂണിന് ശേഷമാണ് പുതിയ മാസം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള ആർഗ്യുമെൻ്റ് പ്രകാരം ശവ്വാലിൽ പെട്ട് കഴിഞ്ഞു, അരിയൊക്കെ വാരാം. പക്ഷേ നേരം വെളുത്തത് മുതലാണ് പുതിയ മാസം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള അനുബന്ധം വരൽ വഴി അത് ശവ്വാലിൽ വരൂല, റമദാനിലാവും. അപ്പോൾ തറാവി നിസ്കരിക്കാം. അപ്പോൾ ആ ചോദ്യത്തിന് മറുപടി അവർക്കുണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. ഇനി അവിടെ വേറൊരു യുക്തിപരമായ പ്രശ്നം എന്താ അറിയോ, ലാസ്റ്റ് പോയിൻ്റ്, ഇവർ നമ്മളേറ്റവും കളിയാക്കുന്ന വിഷയം നമ്മൾ ചക്രവാളവാദികളാന്ന് പറഞ്ഞിട്ടാണ്. ഒരിടത്ത് മാസം കണ്ടാൽ ആ ചക്രവാള പരിധിയിലേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ചെറിയൊരു കൺസെപ്റ്റാണ്. ഇട്ട വട്ടത്തിലെ തവളകളാണ് നമ്മൾ സുന്നികൾ എന്ന് നമ്മളെ കളിയാക്കുന്ന ഇവർ എത്ര കഠിനമായ ചക്രവാളവാദികളാണ് ഈ വിഷയത്തിൽ. കാരണം ന്യൂമോൺ സംഭവിക്കുന്നത് ഭൂമിക്ക് മൊത്തത്തിലാണ്, പാൻ ജിയോസെൻട്രിക്കലായിട്ടാണ് ന്യൂമൂൺ സംഭവിക്കുക. ഭൂമിയിൽ എല്ലായിടത്തും ആ നിയമം അപ്ലൈ ചെയ്യാൻ പറ്റണം, മുത്തരിതാണ്. സയൻറ്റിഫിക്കലി നോക്കി അങ്ങനെ സംഭവിക്കേണ്ടത്. പക്ഷേ ഇവരെന്താ പറയുന്നത്, എല്ലായിടത്തേക്കും ആ നിയമം ഒന്നിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റൂല. ആദ്യം കിരീബാത്തിയിൽ, പിന്നെ പോപ്പ് ന്യൂഗിനിയയിൽ, പിന്നെ ഫിജിയിൽ, പിന്നെ ന്യൂസിലാൻഡിൽ, പിന്നെ ഓസ്ട്രേലിയയിൽ, പിന്നെ കൊറിയയിൽ, പിന്നെ ജപ്പാനിൽ, പിന്നെ ഇന്തോനേഷ്യ, പിന്നെ മലേഷ്യ, പിന്നെ ഇന്ത്യ, പിന്നെ പാകിസ്ഥാൻ, പിന്നെ ഇറാൻ, പിന്നെ തുർക്കി, പിന്നെ യൂറോപ്പ്, പിന്നെ ആഫ്രിക്ക, പിന്നെ അമേരിക്ക. ഈ ന്യൂമോൺ മാസവാദികളെക്കാൾ ഒന്നുകൂടി സിമ്പിളാണ് നമ്മുടെ ചക്രവാളവാദം, അത്ര കടുപ്പമില്ല. മാധ്യമത്തിൽ ഇബ്രാഹിം കോട്ടക്കൽ എന്ന് പറയുന്ന ഒരാൾ കഴിഞ്ഞ പെരുന്നാളിൻ്റെ പിറ്റേന്നെങ്ങാനും ഒരു ലേഖനം എഴുതി. ഞാൻ ആ ലേഖനത്തിൻ്റെ മറുപടി ഹസനി ഉസ്താദിന് അയച്ചു കൊടുത്തിരുന്നു, സുപ്രഭാതത്തിൽ എഴുതിയത്. അതിൽ ഒരു പഴയ കഷായം പുതിയ കുപ്പിയിൽ വന്നതാണ്. അതിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആർഗ്യുമെൻ്റ് നമുക്ക് സൗദിയെ ഫോളോ ചെയ്താൽ പോരെ എന്നുള്ളതാണ്. കച്ചറകൂടെ ഉണ്ടല്ലോ, മക്ക സൗദിയിലാണ്, ഖബീല സൗദിയിലാണ്. നല്ലൊരു ഫോർമുലയാണല്ലോ അത്. ഈ ഉമ്മത്തിൻകായ ആർഗ്യുമെൻ്റ് തന്നെ ഒരേ ഖബീല, ഒരേ മക്ക, ഒരേ മദീനയാണല്ലോ. പക്ഷെ അത് പൊളിറ്റിക്കലി ഒക്കെ നമുക്ക് ഡയലോഗബിളാണ്. അതേസമയം അത് എന്തുകൊണ്ട് ജിയോഗ്രഫിക്കലി ആസ്ട്രോണമിക്കലി ഡയലോഗബിൾ പോലും അല്ല. മാധ്യമം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് അവയർനെസ് ഉള്ള ഒരാളുടെ ആർട്ടിക്കിളാണ് പബ്ലിഷ്ഡ് ആവുക എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവും. എനിക്ക് അത്ഭുതമാണ് മാധ്യമത്തിൽ ആർട്ടിക്കിൾ അങ്ങനെ വന്നു എന്നുള്ളത്. നമ്മുടെ ധാരണ തെറ്റാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും. കാരണം അതിൽ അദ്ദേഹം മലയാളികൾക്ക് സൗദിയെ ഫോളോ ചെയ്യാൻ എന്തേ ഇത്ര വിമ്മിഷ്ടം എന്നതിൽ കുണ്ഠിതപ്പെടുന്നതിൻ്റെ ന്യായം നമ്മളെക്കാൾ വികസിതരായ യൂറോപ്യന്മാർ പോലും പല രാജ്യങ്ങളും സൗദിയാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ്. മലയാളത്തിലേക്ക് മാറ്റിയാൽ യൂറോപ്യർക്ക് വരെ സൗദിയെ ഫോളോ ചെയ്യാം, പിന്നെയാണോ കോഴിക്കോട്ടുകാരെ നമുക്ക് എന്നുള്ളതാണ്. മാസപ്പിറവിയുടെ, ജിയോഗ്രഫിയുടെ, ആസ്ട്രോണമിയുടെ ബാലപാഠം അറിയാത്തതിൻ്റെ പ്രശ്നമാണത്. മക്കയുടെ പടിഞ്ഞാറിലാണ് യൂറോപ്പ്, മക്കയുടെ കിഴക്കിലാണ് കോഴിക്കോട്. കിഴക്കിൽ സൂര്യാസ്തമനവും ഉദയവും കഴിഞ്ഞിട്ടല്ലേ പടിഞ്ഞാറിലുണ്ടാവൂ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാസം കണ്ടിട്ടില്ലെങ്കിലും സൗദിയിലൊക്കെ മാസം കാണാൻ ആസ്ട്രോണമിക്കലി സാധ്യതയുണ്ട്.
കാരണം ഒന്നും കൂടി മൂണേജ് കൂടും, മൂൺ ഗ്യാപ്പ് ലാഗ് കൂടും, ചന്ദ്രന് വയസ്സ് കൂടും. അപ്പോൾ ഒന്നും കൂടി വലിപ്പം കൂടും, കാണാൻ പറ്റും മലയാളത്തിലേക്ക് മാറ്റിയാൽ. ഇപ്പോൾ കോഴിക്കോട് കണ്ടില്ല, സാധ്യതയുണ്ട് യമനിൽ കാണും, ഒമാനിൽ കാണും. ഇനി യമനിലും ഒമാനിലും കണ്ടിട്ടില്ലെങ്കിൽ അടുത്ത സാധ്യത അത് ഖത്തറിലും UAE-യിലും കാണും. അവിടെയും കണ്ടിട്ടില്ലെങ്കിലും അത് സൗദിയിലും കുവൈത്തിലും ഇറാഖിലും കാണും, ഇറാനിൽ കാണും. പടിഞ്ഞാറോട്ട് പോകും തോറും കാണാൻ ചാൻസ് കൂടും. ഇവിടെയൊന്നും കണ്ടിട്ടില്ലെങ്കിൽ യൂറോപ്പ് കാണും, അമേരിക്ക കാണും, പിറ്റേന്ന് എന്തായാലും നമ്മൾ കാണും. പക്ഷേ ഈ സൗദി കണ്ടാൽ യൂറോപ്യർക്ക് ഫോളോ ചെയ്യാം. എന്തുകൊണ്ട്? നമ്മളെ ഫിഖ്ഹിൽ അത് പറയുന്നുണ്ട്. സൗദിയെ ആശ്രയിച്ചിട്ട് യൂറോപ്യർ മാസം ഉറപ്പിക്കുന്നത് ഒരു പുത്തരിയല്ല, അതൊരു പുതിയ വാദമായിട്ട് കൊണ്ടുവരണ്ട. അത് നമ്മുടെ സാധാ എല്ലാ ഷാഫി ഫിഖ്ഹിലും പറയുന്ന സംഗതിയാണ്. കിഴക്കിൽ മാസം കണ്ടാൽ, മശ്രിക്കിൽ കണ്ടാൽ മഗ്രിബിൽ അതിനൊത്ത് അമല് ചെയ്യാം. കാരണം കിഴക്കിൻ്റെ ചക്രവാളത്തിൽ ഒരു സാധനം ഉണ്ടെങ്കിൽ പടിഞ്ഞാറിൻ്റെ ചക്രവാളത്തിൽ എന്തായാലും ഉണ്ടാവും. പടിഞ്ഞാറിൽ പിന്നെ അല്ലേ അസ്തമിക്കുള്ളൂ. ഇത് ബേസിക്കലി ഫിഖ്ഹിൻ്റെ തത്വമാണ്. അതേസമയം പടിഞ്ഞാറിൽ കണ്ടാൽ, സൗദിയിൽ കണ്ടാൽ എങ്ങനെ കിഴക്കിൽ ഉറപ്പിക്കുക, കോഴിക്കോട്ട് ഉറപ്പിക്കുക? ഫിഖ്ഹിയായ പ്രശ്നം മാത്രമല്ല, ഇനി ഇങ്ങനെ ഒരു വിഷയം. 6:42 കാപ്പാട് മാസം കണ്ടു. നമ്മുടെ നാട്ടിൽ 6:42 മഗ്രിബിന് എക്സാമ്പിൾ ഒരു സമയം. സൗദിയിൽ എന്തായാലും 4:10 അല്ല 4 മണിയായിരിക്കും. അപ്പോൾ കോഴിക്കോട് ഖാദി കണ്ടു, നമ്മുടെ എല്ലാ ഖാദിമാരും കണ്ടു, ഇവിടെ യാതൊരു സംശയമില്ല. സുപ്രവട്ടത്ത് കണ്ടു എന്ന് പറയല്ലോ. കാപ്പാട്ടും പൊന്നാനിയിലൊക്കെ സുപ്രവട്ടത്ത് കണ്ടു. പക്ഷേ നമ്മളെ ഖാദിമാർക്ക് ഉറപ്പിക്കാൻ വയ്യില്ല കേട്ടോ. ഈ ആർഗ്യുമെൻ്റ് പ്രകാരം വെയിറ്റ് ചെയ്യണം. എന്തിനറിയോ? ഇത് സൗദി കാണുമോ ഇല്ലയോ? ഇതൊരു തമാശ പറയുന്നത്. എന്നിട്ട് 2.5 മണിക്കൂർ വെയിറ്റ് ചെയ്ത് സൗദിയിലും കണ്ടു എന്നിരിക്കട്ടെ. അപ്പം നമ്മുടെ ഖാദിമാർ പറയുന്നതാണ് മാസം കണ്ടു കേട്ടോ. അപ്പം മണി എത്ര ആയിട്ടുണ്ടാവും? അപ്പോൾ ഒന്ന് ചർച്ച പോലും ചെയ്യേണ്ട സംഗതിയല്ല. തള്ളപ്പെടേണ്ടതാണെന്ന് പറയാനുള്ളൊരു വാല്യ പോലും അതിനില്ല. ഈ സാധനമാണ് മാധ്യമത്തിൽ വലിയ സാമുദായിക നവോത്ഥാനമായി മുസ്ലിം സമുദായത്തെ ശാസ്ത്രീയമായി ചിന്തിപ്പിക്കുന്ന വലിയ സംഭാവനയായിട്ടൊക്കെ എഴുന്നള്ളിക്കപ്പെട്ടത്. എൻ്റെ ലാസ്റ്റ് ഒരു പോയിൻ്റ്, നമുക്കിടയിലേക്കുള്ള ഒരു ചർച്ച. ഞാനതൊന്ന് ഫൈനൽ പറയുന്നില്ല, ഉസ്താദന്മാരെ ചർച്ച കൂടി വിട്ടു. അവരൊക്കെ ഒഴിവാക്കാം. നമുക്കിടയിൽ എന്തായാലും ഇജ്തിഹാദിയായ വിഷയത്തിൽ തന്നെ പെടുത്തണമെന്നില്ല, ഫിഖ്ഹിയായ വിഷയമാണ്. ഇങ്ങനെ അല്ലാതെ ഒരു സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ, മീൻസ് ന്യൂമൂൺ മാസപ്പിറവിയല്ല, ചക്രവാള പരിധിയുടെ വിഷയത്തിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി വിശാലമായി മനസ്സിലാക്കാനുള്ള പഴുത് നമ്മുടെ ഫിഖ്ഹിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നുള്ളതാണ്. ഈ ചക്രവാള പരിധി അറിയാത്ത ഏതെങ്കിലും മനസ്സിലാകാത്ത ആളുണ്ടെങ്കിൽ ഒരാൾ പറഞ്ഞു പോയിട്ട് അവ്യക്തത വേണ്ടെന്നുകൊണ്ടാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, ഉദയാസ്തമനത്തിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിനാണ് ഫലത്തിൽ ചക്രവാള പരിധി എന്ന് പറയാം. ഈ വിഷയത്തിലൊന്നും ഇപ്പോൾ എക്സാമ്പിൾ ഈ മണിക്ഫാനിയായി ഇപ്പോൾ വലിയൊരു ഫിത്നയായിട്ട് നടക്കുന്ന CH മുസ്തഫ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഒരു ചർച്ചയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവൽക്കൊന്നും ഈ ഫലക്കിൻ്റെ ഒരു സംഗതി അറിയില്ല എന്നുള്ളതാണ്. ചക്രവാളം എന്നൊക്കെ പറഞ്ഞത് അവതരിപ്പിക്കുന്നുണ്ട്. ആകാശത്തിൻ്റെ നടുവിലൊരു സാധനം. ലോകത്തെല്ലാവർക്കും എല്ലാടെയും ഒരു മാസപ്പിറവി, ഒരു പെരുന്നാൾ, ഒരു നോമ്പേ പറ്റൂ എന്നുള്ളതിന് CH മുസ്തഫാൻ്റെ ന്യായം ഇതാണ്. കാരണം ഭൂമിയിൽ ഒരു ചക്രവാളല്ലേ ഉള്ളൂ. ഇയാളോട് പിന്നെന്താ സംസാരിക്കേണ്ട ആവശ്യം? ഇത് വെറുതെ തമാശ പറയില്ല, മൂപ്പര് പറയുന്നുണ്ട് ആ പ്രസംഗത്തിൽ. എല്ലാവർക്കും ഒരു ചക്രവാളം, എന്നിട്ട് ആകാശത്തിൻ്റെ മുകളിലേക്കാണ് അയാൾ ചൂണ്ടുന്നത്. മുത്തല്ലിമീങ്ങളുണ്ട്, ഫലക്ക് അഹ്സനി ഉസ്താദിൻ്റെ ശിഷ്യന്മാരായിരിക്കും കൂടുതൽ, പറയേണ്ടതില്ല. വാസ്തവത്തിൽ ചക്രവാളം തന്നെ ഇല്ല. അതൊരു ജുസിയായ ശക്സിയായ ദായിറയൊന്നുമല്ല, കുല്ലിയാണ്, ഇലാഫിയാണ്. നിരീക്ഷകനനുസരിച്ചുകൊണ്ട്
കോടി 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 ആവർത്തി സങ്കല്പിക്കാവുന്ന എന്നാൽ റിയലി ഇല്ലാത്തൊരു കൺസെപ്റ്റാണ് ചക്രവാള. ആ ചക്രവാളാകട്ടെ തലാൻ്റെ മുകളിലുമല്ല. ആകാശം ഭൂമിയും കൂട്ടിമുട്ടുന്നിടം വൃത്തപരിധിയാക്കി മനുഷ്യൻ്റെ മേലുച്ചം മൂർത്തിയിൽ നിന്ന് പ്രപഞ്ചത്തിൻ്റെ അറ്റത്തേക്ക് രേഖ, താഴേക്കൊരു രേഖ, രണ്ടറ്റങ്ങളെ ധ്രുവങ്ങളാക്കി ഇവനെ നടുവിൽ മുറിച്ച് കേന്ദ്രമാക്കുന്ന ഒരു കൺസെപ്റ്റാണ്. നമ്മൾ മുകളിലേക്ക് പോകും തോറും ചക്രവാളം താഴും, താഴോക്ക് വരുന്തോറും ചക്രവാളം പൊങ്ങും. ഞാൻ ആസ്ട്രോണമി പറയല്ല. ഈ ചക്രവാളം ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കുമല്ലോ. ഇപ്പം എൻ്റെതല്ല നിങ്ങളുടേത്, നിങ്ങളുടേതല്ല എൻ്റേത്. ഈ ഗ്യാപ്പ് എത്ര വരെയാണ് ഈ മാസപ്പിറവിയിൽ പരിഗണിക്കുക എന്നുള്ളിടത്താണ് നമ്മുടെ ഈ ചർച്ചയുടെ അവസാന ഭാഗമുള്ളത്. ഇപ്പം ലോങ്ങിറ്റ്യൂഡ്, ലാറ്റിറ്റ്യൂഡ്, അറുതുൽ ബലത്, തൂലുൽ ബലത്. ഇതിൽ തൂലുൽ ബലതുമായി ബന്ധപ്പെട്ടതാണ് സമയം. നമുക്കറിയാം GMT. ഞാൻ പറഞ്ഞു, കിഴക്കിലേക്ക് വരുന്തോറും സമയം കൂടും, പടിഞ്ഞാറിലേക്ക് സമയം കുറയും. ആകെ 360 ഡിഗ്രിയാണ് തൂലുൽ ബലതുള്ളത്. ഒരു ഡിഗ്രീൻ്റെ ഇടയിൽ ഇന്ന് കണക്ക് കൂട്ടിയാൽ 311 സംതിങ് km ആണുള്ളത്. 111 സംതിങ് km ആണുള്ളത്. അപ്പോൾ ആകെ 4 മദ്ഹബ് നോക്കിയാൽ അത് ലാസ്റ്റ് ചക്രവാള വ്യത്യാസം ഷാഫി മദ്ഹബ് മാത്രം. ഇസ്ലാമിൻ്റെ അടിസ്ഥാന നിയമം തന്നെ അതാണ്. ഇപ്പോൾ നമുക്കൊക്കെ അറിയാം, വളരെ പ്രശസ്തമായ ഏത് ഹദീസ് നമ്മളിങ്ങനെ പറയുന്ന ഖുറൈബിൻ്റെ ഹദീസ് എന്ന് പറയുന്ന മുസ്ലിം ഉദ്ധരിച്ച ആ ഹദീസ്. അതായത് ഷാമിൽ മുആവിയ റളിയല്ലാഹു അൻഹു കണ്ട മാസത്തെ മദീനയിൽ ഇബ്നു അബ്ബാസ് തങ്ങൾ അംഗീകരിച്ചില്ല എന്നുള്ള ഹദീസാണ് ചക്രവാള നിയമത്തിൻ്റെ ആധാരം. തബറുക്കിനെ ഹദീസ് വായിച്ചാൽ ഖുറൈബിൻ അന്ന ഉമ്മൽ ഫദ്ലി ബിൻതൽ ഹാരിസി ബഅസ്തുഹു ഇലാ മുആവിയത ബിശ്ശാം ഖാൽ ഫഖദിംതു ഷാം ഫഖളൈതു ഹാജതഹ വസ്തുഹില്ല അലയ്യ റമളാനു വ അന ബിശ്ശാം ഫറഅയ്തുൽ ഹിലാല ലൈലത്തുൽ ജുമുഅ. മലയാളം പറയേണ്ട, നിങ്ങൾക്കറിയും. ثم قدمت المدينة في آخر الشهر فسألني عبد الله بن عباس رضي الله عنهما ثم ذكر الهلال فقال متى رأيتم الهلال فقلت رأيناه ليلة الجمعة فقال أنت رأيته فقلت نعم ورآه الناس وصام معاوية فقال لكن رأيناه ليلة السبت. അവിടെ ജുമയാണ്, ഇവിടെ സബത്താണ്. فلا نزال نصوم حتى نكمل 30 أو نراه فقلت അവല തക്തഫി ബിറുയത്തി മുആവിയത വസിയാമിഹി വഖാല ലാ ഹകദാ അമർനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞു. അതാണ് അതിൻ്റെ പല തെളിവുകളിൽ ഏറ്റവും പ്രബലം. ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് നവവി ഇമാം ആ ബാബിന് കൊടുക്കുന്ന ഹെഡിങ് തന്നെ അന്ന ലികുല്ലി ബലദിൻ റുയതഹും ഫഅന്നഹും ഇദാ റഅഉൽ ഹിലാല ബിബലദിൻ ലാ യസ്ബുതു ഹുക്മുഹു ലിമാ ബഉദ അൻഹും. ആ ബാബിൻ്റെ ഹെഡിങ് തന്നെ അതാണ്. മലയാളം പറയണ്ട. ചക്രവാള വ്യത്യാസം പരിഗണിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഹനഫി മദ്ഹബും ഹംബലി മദ്ഹബും അതിലെ ഭൂരിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്. അത് ചർച്ചയ്ക്ക് വെക്കുന്നതാണ്. ഹനഫി ഫിഖ്ഹി ഗ്രന്ഥമായ ഫതുഹുൽ ഖദീറിൽ പറയുന്നുണ്ട്, ഫഇദാ സബത ഫി മിസ്ർ ലസിമ സായിറന്നാസ്. ആ സായിറന്നാസിൻ്റെ പരിധി പിന്നെ വിശദീകരിക്കുന്നു. മിൻ ഖുറാസാനിൽ ഉന്ദുലുസ്, അഫ്ഗാൻ മുതൽ സ്പെയിന് വരെ, ഭൂമി മൊത്തം എന്നുള്ള കൺസെപ്റ്റൊന്നുമില്ല. ഹംബലി ഫിഖ്ഹി ഗ്രന്ഥമായ ഇൻസാഫിലും അതേ അഭിപ്രായം തന്നെയാണ് പറയുന്നത്. വഇദാ റഅൽ ഹിലാല അഹ്ലു ബലദിൻ ലസിമന്നാസ കുല്ലഹും സൗം. ഹനഫി ഹംബലി മുഗനിയിലുണ്ട് വഇദാ റഅൽ ഹിലാല അഹ്ലു ബലദിൻ ലസിമ ജമീഅൽ ബിലാദി അസ്സൗം. അത് വിശദീകരിക്കുന്നില്ല. അപ്പോൾ ചക്രവാള പരിധി പരിഗണിക്കേണ്ടതേ ഇല്ല എന്ന് ഒരഭിപ്രായമുണ്ട് നമ്മുടെ മദ്ഹബല്ല, അഹ്ലു സുന്ന ഫിഖ്ഹിൽ. രണ്ടാമത്തെ അഭിപ്രായം, ഒരിടത്ത് കണ്ടാൽ അടുത്ത നാട്ടിലും അടുത്ത നാട്ടിൽ പറ്റും, അകന്ന നാട്ടിൽ പറ്റൂല എന്നുള്ളതാണ്. ഇതാണ് മാലിക്കി മദ്ഹബിലെ പ്രമുഖ അഭിപ്രായം. ഞാൻ
ഭാരത്ത് ഒഴിവാക്കുകയാണ്. മൂന്നാമത്തെ അഭിപ്രായം ഷാഫി മദ്ഹബിലെ പ്രബലാഭിപ്രായമാണ്, നമ്മുടെ മദ്ഹബാണ്. ഒരു നാട്ടിൽ മാസം കണ്ടാൽ അടുത്ത നാട്ടിൽ പറ്റും, ദൂര നാട്ടിൽ പറ്റൂല. ഈ അടുത്ത നാടെങ്ങനെ അല്ലേ? മജ്മൂലി വൈദാ റാവുൽ ഹിലാല ഫി റമദാൻ ഫി ബലദിൻ വലം ഇറഹു ഫി ഗൈരിഹി ഫൈൻ തക്കാറബൽ ബുൽദാൻ ബലദാനി ഫഹുക്കുമുഹുമാ ഹുക്കുമു ബലദിൻ വാഹിദിൻ. ഇത് ഏകദേശം ഹംബലി മദ്ഹബിലും ഇതേ അഭിപ്രായമാണ്. നാലാമത്തെ അഭിപ്രായം ഒരു നാട്ടിലെ മാസപ്പിറവി മറ്റൊരു നാട്ടിന് ബാധകാക്കാനേ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടുത്തെ വലിയ വൈരുദ്ധ്യം എന്താ അറിയോ? നവീനവാദികളും പല വിഷയത്തിലും അവരുടെ ആളാക്കാൻ ശ്രമിക്കാറുള്ള ഗസാലി ഇമാമിനൊക്കെ ഈ അഭിപ്രായമാണ്. ഗസാലി ഇമാം, ഇസ്ഹാഖ് ബിൻ റാഹവൈഹി, അതേപോലെ ലൈസ്, അത്താഹ്, താവൂസ് റഹിമഹുമുള്ള അവരൊക്കെ അഭിപ്രായക്കാരാണ്. പിന്നെ നമ്മുടെ ഷാഫി മദ്ഹബിൽ പിന്നെ ഈ അതിൻ്റെ പരിധി പൊതുവേ നമ്മൾ കൂട്ടാറുള്ളത് മസാഫത്തുൽ കസറായിട്ടുള്ള 16 ഫർസഖ്. അതാണ് കാരണം തുഹ്ഫയിൽ അതാണുള്ളത്. 131.673 km അതാണ് പരിധിയായിട്ട് പറയാറുള്ളത്. പക്ഷേ നോക്ക്, അവിടെ എന്തും പറയുന്നുണ്ട്. പിന്നെ വേറെ അഭിപ്രായ പ്രകാരം 8 ഡിഗ്രി എന്ന് പറയുന്നുണ്ടല്ലോ. എവിടെ? ബിഗയ്യയിൽ 8 ഡിഗ്രി പറയുന്നുണ്ട്. ഞാനത് പുതിയൊരു ചർച്ചയല്ല, നമുക്കൊക്കെ അറിയാം. ബിഗയ്യത്തുൽ മുസ്തർഷിദീനിൽ ഈ 191 km അല്ല, മറിച്ച് 8 ഡിഗ്രിയെ വരെ അംഗീകരിക്കുന്നുണ്ട്. ഈ 8 ഡിഗ്രി മീൻസ് സമയത്തിലേക്ക് മാറ്റി 1 ഡിഗ്രി 4 മിനിറ്റ് 32 മിനിറ്റ് ഉദയാസ്തമന വ്യത്യാസമുള്ള പ്രദേശങ്ങൾ മുഴുവനും ഒറ്റപ്പിറവിയിൽ അംഗീകരിക്കാം എന്ന് വന്നാൽ നമ്മുടെ കോഴിക്കോട്ടെ കണക്ക് പ്രകാരം നമ്മൾ കിഴക്കിലേക്ക് വെച്ച, പടിഞ്ഞാറോട്ട് പിന്നെ നോക്കണ്ട, പടിഞ്ഞാറോട്ട് ഭൂമിൻ്റെ അറ്റം വരെ വ്യാപകമാക്കാം. കിഴക്കിലേക്ക് തന്നെ നോക്കിയാൽ ഇപ്പോൾ കോഴിക്കോട്ട് കണ്ടാൽ കൽക്കട്ട വരെ ഉറപ്പിക്കുക എന്നുള്ളതാണ്. കിഴക്കിലേക്ക് തന്നെ 32 മിനിറ്റ് സമയ വ്യത്യാസം. സൗദിയിലേക്കും അമേരിക്കയിലേക്കും വെക്കണ്ട, പടിഞ്ഞാറിലേക്ക്. കിഴക്കിലേക്ക് തന്നെ നോക്കിയാൽ 800 സംതിങ് km, 896 സംതിങ് km ഉദയാസ്തമന വ്യത്യാസ പരിധിയിൽ വരും. ഒന്ന് നമ്മൾ ഇസ്ലാമിക് എക്കോസിസ്റ്റം അല്ല, എല്ലാവരും ഉണ്ട്. രണ്ടാമത്തത് സംസാരിക്കേണ്ടതില്ല, അപ്ലൈ ചെയ്യാൻ പഴുതില്ല. അതേസമയം ഫിഖ്ഹി മസ്അല നോക്കിയാൽ കോഴിക്കോട്ട് കണ്ടാൽ കൽക്കട്ടക്കാർക്ക് വരെ ഉറപ്പിക്കാം. പക്ഷേ അവിടെ ഞാൻ നിർത്തി വായിക്കുമ്പോൾ കുറേ വരും. അവിടെ വലിയൊരു അത്ഭുതം, കല്യൂബിയിൽ എന്ത് കൂടിയുണ്ടെന്നറിയോ? കിഴക്കിലും പടിഞ്ഞാറിലുമുള്ള വ്യത്യാസം ചർച്ച ചെയ്യുമ്പോൾ കിഴക്കിലേക്ക് 32 മിനിറ്റ് വരെ അപ്ലൈ ചെയ്യാം, പടിഞ്ഞാറിലേക്ക് എത്രയും അപ്ലൈ ചെയ്യാം. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് കല്യൂബി ഇമാം പറയുന്നുണ്ട്. അതേസമയം നോർത്തിലേക്കും സൗത്തിലേക്കും ഷമാലിലേക്കും ജനൂബിലേക്കും ധ്രുവം വരെ അപ്ലൈ ചെയ്യാം. നമ്മുടെ ഫിഖ്ഹിൻ്റെ വലിപ്പം ശരിക്ക് മനസ്സിലാക്കണം. ധ്രുവം വരെ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കൊണ്ടോട്ടിയിൽ പുളിക്കലിൽ 12:20 ഇപ്പോൾ 12:20 എന്നുള്ളൊരു സമയം അനുഭവിക്കുന്ന നാട് പാകിസ്ഥാനിലുണ്ട്, മംഗോളിയയിലുണ്ട്, താജിക്കിസ്ഥാനിലുണ്ട്, ഉസ്ബെക്കിസ്ഥാനിലുണ്ട്, കസാക്കിസ്ഥാനിലുണ്ട്, റഷ്യയിലുണ്ട്, ഒക്കെ ഉണ്ട്. കാരണം ലോങ്ങിറ്റ് തൂലിൽ ബലതിങ്ങനെ നോക്കുമ്പോൾ അവിടെയൊക്കെ ഇപ്പോൾ 12:20 അനുഭവിക്കുന്ന ഒരുപാട് നാടുണ്ടാവും. അപ്പോൾ കിഴക്കിലേക്കും പടിഞ്ഞാറിലേക്കും ഈ ചർച്ച ഉള്ളൂ. നോർത്തിലേക്കും സൗത്തിലേക്കും ഭൂമീൻ്റെ അറ്റം വരെ അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നത്. ഇത് കല്യൂബി ഇമാം അന്നേ പറയുന്നുണ്ട്. അവർക്കൊക്കെ ഈ ജിയോഗ്രഫിയിലുള്ള ഒരു പിടിപാട് കൂടിയാണത്. അപ്പോൾ വാസ്തവത്തിൽ അഹ്ലുസുന്നയുടെ മദ്ഹബിൻ്റെ അകത്തേക്ക് വരൽ തന്നെയാണ് ഈ വിഷയത്തിലുള്ള യുക്തിപരവും ശാസ്ത്രീയവുമായ ഏറ്റവും കുറ്റമറ്റ ഒരു സമീപന രീതി എന്ന് സൂചിപ്പിച്ച് ഞാൻ ആ വിഷയം തത്തിമത്തിലാക്കാൻ വേണ്ടിയാണ് 10 മിനിറ്റ് അധികം പറഞ്ഞുപോയി. അഫ്വൻ, എല്ലാവരോടും ക്ഷമാപണം നടത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.